ഹായ്, എൻ്റെ പേര് ശ്രേയാങ്കിൽ. ഞാൻ ഗവൺമെൻറ് ED മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS വിദ്യാർത്ഥിനിയാണ്. എനിക്ക് 2nd ഇയറിലെ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് പ്രൊഫസർ രാമചന്ദ്രൻ ഗോൾഡ് മെഡൽ എക്സാം ഇൻ പത്തോളജി റിസൾട്ട് വന്നു. എനിക്ക് ഓൾ കേരള 10th റാങ്ക് ഉണ്ട്. അപ്പോൾ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കാര്യം പറയാൻ ഞാൻ ആദ്യം എനിക്ക് പത്തോളജി ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റായിരുന്നു. അപ്പം മറ്റ് സബ്ജക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചധികം തന്നെ വളരെ സ്റ്റാർട്ടിങ് മുതലേ ഞാൻ പഠിച്ചു പോയിരുന്നു പത്തോളജി. പക്ഷേ ഇതിന് വേണ്ടി ഞാനൊരു പ്രിപ്പറേഷൻ തുടങ്ങുകയെന്ന് വെച്ചാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്ന ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ സോൾവ് ചെയ്ത് പോയത് ആ ലാസ്റ്റ് 1 month ബിഫോർ ദിസ് എക്സാം ആയിരുന്നു. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഇതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനെ പറ്റി ഞാൻ കൂടുതലായി പറയും. ഈ ഒരു എക്സാമിന് നമ്മുടെ KUHS ലെവലിനേക്കാളും കുറച്ചുകൂടെ ഒരു ഹയർ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് വരുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലക്കിലി നമ്മുടെ സീനിയേഴ്സും നമ്മുടെ മാഡംസും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടു ബി ഓണസ്റ്റ് ചെയ്തു. അപ്പം ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പം തന്നെ അത് സെർച്ച് ചെയ്തിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അപ്പം ആ സൊല്യൂഷൻസ് മാത്രം വായിക്കുന്നതിന് പകരം ആ ഒരു ഏരിയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തിട്ട് ഞാൻ യൂസ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് ഹർഷ്മോഹനാണ്. അപ്പം ആ ഒരു ഏരിയ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പോയിട്ട് അതിൻ്റെ ചുറ്റുപറ്റത്തുള്ള തിയറി കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതൊരു റിവിഷനായിട്ട് മാറും. പിന്നെ അത് മാത്രമല്ല തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നീട് വോളറ്റൈൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഈ ഓൺകോജീൻസ് അല്ലെങ്കിൽ ട്യൂമർ മാർക്കേഴ്സ്, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ എഴുതി വെച്ച് എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. പിന്നെ പറ്റുമെങ്കിൽ ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നോട്ട്സ് ആക്കി വെക്കുന്നത് അതിനേക്കാൾ യൂസ്ഫുൾ ആണ്. പിന്നെ അത് മാത്രം റിവൈസ് ചെയ്താൽ മതിയല്ലോ. ശരിക്കും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം പലപ്പോഴും അത് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വരാം. ഇത് നമ്മൾ നോക്കുക, റെഫർ ചെയ്യുക, വായിക്കുക. ഒരിക്കലും ഡെസ്പറേറ്റ് ആവരുത്. പലപ്പോഴും ക്വസ്റ്റ്യൻസ് കിട്ടിയെന്ന് വരില്ല, വളരെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ കീപ് ഗോയിങ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ മൈ ജൂനിയേഴ്സ്.